മൺസൂൺ സമയത്ത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു റോഡ് ട്രിപ്പാണ് ആതിരപ്പള്ളി മുതൽ വാൽപ്പാറ വരെയുള്ള യാത്ര. കാടും മലയും കാട്ടാനയും കോടമഞ്ഞും കണ്ട് ആസ്വദിച്ചു പോകുന്ന ഒരു അടിപൊളി റോഡ് ട്രിപ്പ്. ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ രാവിലെ 4:30 എറണാകുളത്ത് നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ രാവിലെ കാട്ടിൽ കൂടെ പോകുമ്പോൾ മൃഗങ്ങളെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 7 മണിക്കെങ്കിലും വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തണം. ഒരു 8 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ റോഡിൽ നല്ല തിരക്കായിരിക്കും. മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കുറച്ച് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് നല്ല ഗ്രീനറിയാണ്. കാട്ടിലൂടെ ചാറ്റൽ മഴയത്തൊരു ഡ്രൈവ് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മൾ ഇനി ഒരു 2 കിലോമീറ്ററും കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള മെയിൻ എൻട്രൻസിന്റെ അടുത്തെത്തും. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പാകത്തിന് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം ദൂരെ നിന്ന് നല്ല ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റും. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണണമെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് തന്നെ കാണണം. ഏകദേശം 80 അടി ഉയരത്തിൽ നിന്നും വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കൊണ്ട് തന്നെ ബാഹുബലി അടക്കമുള്ള തെന്നിന്ത്യൻ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ വ്യൂ പോയിന്റ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്കുള്ള എൻട്രി പോയിന്റിലെത്താം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങ് താഴെ പോയിട്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. പക്ഷെ ഇപ്പൊ നമ്മൾ പോകുന്നില്ല. ഇപ്പൊ സമയം ഒരു 7 മണി ആകുന്നേ ഉള്ളൂ. 8 മണിയോട് കൂടിയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുള്ളൂ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് നമുക്ക് എൻട്രി ഉള്ളത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയാൽ നമുക്ക് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്താം. ഇതിന്റെ ഇടയിലുള്ള ഈ റൂട്ട് എന്ന് പറയുന്നത് അതിമനോഹരമാണ് കാണാനായിട്ട്. മഴക്കാലം കൂടെ ആയതുകൊണ്ട് പിന്നെ പറയുകയും വേണ്ട. അതിന്റെ ഭംഗി നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈ കേരളത്തിലെ തന്നെ മനോഹരമായ റൂട്ടുകൾ എടുത്താൽ, അല്ലെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ മനോഹരമായ റൂട്ടുകൾ എടുത്താൽ അതിൻ്റെ അകത്ത് ആദ്യത്തെ 5 റൂട്ടുകളിൽ ഒന്ന് ഈ ആതിരപ്പള്ളി വാഴച്ചാൽ റൂട്ട് തന്നെ ആയിരിക്കും. വാഴച്ചാൽ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വെള്ളച്ചാട്ടം കൂടി കാണാം, ചാർപ്പ വാട്ടർഫോൾസ്. നമ്മൾ മാർച്ച് മാസത്തിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ വെള്ളം തന്നെ ഉണ്ടാവില്ല. അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ബ്രിഡ്ജ് പണിയുന്നുണ്ട്. അതിന്റെ പണി തീർന്നിട്ടില്ല, കുറെ നാളായി തുടങ്ങിയിട്ട്. അതിന്റെ പണി കഴിയുമ്പോഴേക്കും അതിന്റെ മുകളിൽ കയറിയെന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്താം. അവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും എത്ര പേരാണ് പോകുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. ചിലപ്പോൾ അവർ ഈ വഴിക്ക് വന്ന് തിരിച്ചു വരുമോ എന്നുള്ളത് ചോദിക്കും. വണ്ടി കയറ്റി വിടുന്നതിന് ഇവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. കാറാണെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും, ബൈക്കാണെങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയും മാത്രമേ കയറ്റി വിടുകയുള്ളൂ. കാരണം ഏകദേശം ഒരു 45 കിലോമീറ്ററോളം കാടാണ്. അപ്പൊ അതിൻ്റെ അകത്തേക്ക് രാത്രി എൻട്രി ഇല്ല. അപ്പൊ നമുക്ക് വാഷ്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോയിട്ട് വേണം പോകാനായിട്ട്. ഇതിന്റെ അകത്തേക്ക് കയറിയ അതിനുള്ള ഫെസിലിറ്റിയും ഇല്ല. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പാലം കാണാൻ പറ്റും. പാലത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ തിക്ക് ഫോറസ്റ്റ് ആണ്. അതിന്റെ അകത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മൂന്നാറിലേക്ക് പോകുമ്പോൾ നേര്യമംഗലം പാലം മൂന്നാറിന്റെ കവാടം എന്ന് പറയുന്നത് പോലെ ഈ മലക്കപ്പാറ വാൽപ്പാറ റൂട്ട് പോകുമ്പോൾ ശരിക്കും ഈ ഒരു ബ്രിഡ്ജാണ് ഈ കാട്ടിലേക്കുള്ള ഒരു കവാടം.
കാടിനെയും മൃഗങ്ങളെയും ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കിടിലൻ റൂട്ടാണ് ആതിരപ്പള്ളി മലക്കപ്പാറ വാൾപ്പാറ റൂട്ട്. നമുക്ക് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം കാട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നത് മാത്രമല്ല, നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏർലി മോർണിംഗ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ചാൻസ് കൂടുതലാണ്. അതിന് കാരണമെന്ന് പറയുന്നത് നൈറ്റ് ടൈമിൽ ഈ കാട്ടിലൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മൃഗങ്ങൾ അവരുടെ ഇഷ്ടം പോലെ റോഡിലൊക്കെ ഇറങ്ങി നിൽക്കുന്നത് കാണാം. അത് കഴിഞ്ഞിട്ട് ഇവർ രാവിലെ ആകുമ്പോൾ വണ്ടി തിരക്കാകുമ്പോഴത്തേക്കാണ് ഇവർ ശരിക്കും അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 8 മണിക്ക് മുന്നേ കാണുന്നുണ്ടെങ്കിൽ അധികം വണ്ടികളില്ലെങ്കിൽ ഇവർ മിക്കപ്പോഴും റോഡിൽ തന്നെ കാണും. അതുകൊണ്ട് റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാനും പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ കാട്ടിലേക്ക് ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരിക്കുകയാണ് എന്താണ് കാണാൻ പറ്റുന്നത് എന്ന്. നമ്മൾ ഈറ്റക്കാടുകളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. മിക്കപ്പോഴും ഈ ഈറ്റ ഉള്ള സ്ഥലങ്ങളിൽ ആനയെ കാണാനുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമുക്ക് അങ്ങ് പുൽമേട്ടിൽ അങ്ങ് അകലെയായിട്ട് ആനേനെ കാണാൻ പറ്റിയത്. അങ്ങനെ കുറച്ചു നേരം ആനകളെയൊക്കെ കണ്ടു നിന്നിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ഞാൻ ഈ വഴിയിൽ കൂടെ പോയപ്പോഴെല്ലാം തന്നെ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഒക്കെ ആയിട്ട് ആനകളെ കണ്ടിട്ടുണ്ട്. ഒരു വട്ടം മാത്രമാണ് ഒന്നിനെയും കാണാൻ പറ്റാതിരുന്നത്. പക്ഷെ നമ്മൾ ഈ വഴിയിൽ കൂടെ പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. മൃഗങ്ങളെ കണ്ടാൽ ജസ്റ്റ് വണ്ടിയിലിരുന്ന് കാണുക, അങ്ങനെയാണ് റൂള്. റോഡിൽ ഇറങ്ങാൻ പാടില്ല. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ടൗൺ ഉണ്ട്, പുളിയിലപ്പാറ എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇനി മുന്നേക്ക് പോവാം. ഈ പുളിയിലപ്പാറ എന്ന് പറയുന്നത് ശരിക്കും ചെറിയൊരു ടൗൺ ആണ്. നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പുട്ട്, അപ്പം, ഇഡലി അങ്ങനെയുള്ള ഐറ്റംസ് കിട്ടും. പിന്നെ ഉച്ചക്കത്തേക്ക് ബേസിക് ആയിട്ടുള്ള ലഞ്ച് കിട്ടും. പിന്നെ ചായ, കുട്ടികൾക്ക് വേണ്ടുന്ന സ്നാക്സ് അതൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരു അതിഥി വന്നത്. കണ്ടില്ലേ, ഒരു മ്ലാവാണ് കക്ഷി. ശരിക്കും ഇവൻ ഈ പുളിയിലപ്പാറ എന്ന് പറയുന്ന ടൗണിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഞാൻ എപ്പോൾ ഈ വഴിക്ക് പോയാലും ഇവരെ കാണാറുണ്ട്, അത് ഏത് സമയത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും. ആശാന്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആൾക്കാരുടെ നിന്ന് ഫുഡ് വാങ്ങിക്കുക എന്നുള്ളതാണ്. നേരത്തേക്ക് ആൾക്കാർ ഫുഡ് കൊടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ ആരും കൊടുക്കുന്നത് കാണാറില്ല. ആക്ച്വലി ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ പാടില്ല. നമ്മുടേതായ കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഫുഡല്ലേ. അപ്പോൾ ശരിക്കും അവരുടെ വയറ്റിനൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് കാട്ടിൽ തന്നെ ഉണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ഇവൻ ശരിക്കും ഇവിടെ വരുന്നവർക്ക് ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയായിരുന്നു. ശരിക്കും നമ്മൾ ഈ വഴി പോകുമ്പോൾ നമ്മുടെ ഓൺ ട്രാൻസ്പോർട്ടിൽ മാത്രമല്ല ഈ വഴി പോകാൻ പറ്റുന്നത്, നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തും ഈ വഴി പോകാൻ പറ്റും. നമുക്ക് ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് 4 നേരം സർവീസ് നടത്തുന്നുണ്ട്. ഏർലി മോർണിംഗും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് സമയമാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം നോക്കി ആ ഒരു ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യാത്ര ആസ്വദിക്കാൻ പറ്റും. KSRTCയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ വരുവാണെങ്കിൽ ഷുവർ ഷോർട്ടായിട്ട് നമുക്ക് ആനകളെയൊക്കെ കാണാൻ പറ്റും. അതും റോഡിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ അങ്ങനെയും പോയിട്ടുണ്ട്. അത് വേറൊരു തരം എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഓൺ ട്രാൻസ്പോർട്ട് പോകാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ KSRTCയിൽ വരാവുന്നതാണ്. പിന്നെ കണ്ടത് ഒരു മയിലിനെയാണ്. ഒരു പെൺമയിലാണ്, അതുകൊണ്ട് പീലിയൊന്നുമില്ല. പക്ഷെ കൂട്ടത്തിലൊരു കുഞ്ഞു മയിലും കൂടെ ഉണ്ട്. പക്ഷെ അതിന് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ അല്ല. പുല്ലിന്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നതുകൊണ്ട് കാണാനും പറ്റുന്നില്ല. അവർ ഈറ്റക്കാട്ടിലോട്ട് കയറിയപ്പോഴാണ് ഒരു കുഞ്ഞും കൂടെ ഉണ്ടെന്ന് ഞാൻ കണ്ടത്. പിന്നെ കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും നമ്മളൊരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലത്തെത്തും. അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഈ കാടിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭംഗിയും പിന്നെ ഈ കോടമഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. മഴക്കാലത്തുള്ള യാത്രയ്ക്ക് നമുക്കൊരു ബോണസും കൂടെ കിട്ടും. നല്ല അടിപൊളി കോടമഞ്ഞ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു പാറക്കെട്ടാണ്. സാധാരണ മഴയില്ലാത്ത സമയത്തൊക്കെ പോകുമ്പോൾ വരണ്ട് കിടക്കുന്ന ഒരു പാറക്കെട്ടാണ്. ഇപ്പം മഴ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഗ്രീനറി ആയിട്ട് പച്ച വിരിച്ച് കിടക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറേ പച്ച പുല്ലൊക്കെ ആയിട്ട് വേറൊരു ലാൻഡ്സ്കേപ്പാണ്. പിന്നെ ഈ വാൾപ്പാറയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആതിരപ്പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്രോൾ പമ്പും ഇല്ല, ഭക്ഷണവും ഇല്ല, പെട്രോളും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുമ്പേ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ നിന്നെങ്കിലും ആവശ്യത്തിനുള്ള പെട്രോൾ ഫില്ല് ചെയ്തിരിക്കണം. പിന്നെ വാൾപ്പാറ വരെ നമുക്ക് ഒരു പെട്രോൾ പമ്പും ഇല്ല. പിന്നെ നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഈ പെൻസ്റ്റോക്ക് പൈപ്പുകളാണ്. ഇവിടെ എപ്പോഴും കോടമഞ്ഞ് മൂടിയിട്ടുണ്ടായിരിക്കും, മഴക്കാലത്ത് പ്രത്യേകിച്ച്. ശരിക്കും ഈ പെൻസ്റ്റോക്കിന്റെ അങ്ങ് അറ്റത്തായിട്ട് ഒരു പവർ ഹൗസ് ഉണ്ട്. ഈ പൈപ്പ് വരുന്നത് ലോവർ ഷോളയാർ ഡാമിൽ നിന്നാണ്. ഇവിടെ നമുക്ക് കുറച്ചു നേരം ഇറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ കാണാം.
ആതിരപ്പള്ളി മലക്കപ്പാറ വാൾപ്പാറ റൂട്ട് എന്ന് പറയുന്നത് ബൈക്ക് റൈഡേഴ്സിന്റെ ഒരു പാരഡൈസ് ആണെന്ന് പറയാം. ശരിക്കും ഈ വഴിയിൽ കൂടെ ഈ മഞ്ഞൊക്കെ ആസ്വദിച്ച് ബൈക്കിൽ പോകാന്നുള്ളത് ഒരു വേറെ ലെവൽ ഫീല് തന്നെയാണ്. അതും ശരിക്കും ആസ്വദിക്കേണ്ട യാത്ര തന്നെയാണ്. ഈ വഴിയിൽ കൂടെ പോകുന്നവർ ശരിക്കും ബൈക്കിലും കാറിലും ബസ്സിലും ഒക്കെ പോകണം. മൂന്നിന് മൂന്ന് തരം ഫീലുകളും മൂന്ന് തരം ആസ്വാദനവും നമുക്ക് തരാൻ പറ്റും. ഇപ്പൊ നിൽക്കുന്നത് ഷോളയാർ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലാണ്. മഴക്കാലം ആയാലും നന്നായിട്ട് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ആനകളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കാട്ടിൽ നിന്ന് ഈസി ആയിട്ട് വാട്ടർ ബോഡിയിലേക്ക് ആക്സസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ആനകളെ കൂട്ടമായിട്ട് തന്നെ കാണാൻ പറ്റും. കുട്ടി ആനകളെ പോലും കാണാൻ പറ്റും. പക്ഷെ ഈ കാട്ടിൽ ഞാൻ ഇതുവരെ മാനുകളെ കണ്ടിട്ടില്ല. സാധാരണ ബന്ദിപ്പൂരൊക്കെ പോകുമ്പോൾ നമുക്ക് റോഡ് സൈഡിൽ ആയിരക്കണക്കിന് മാനുകളെ ഇങ്ങനെ കാണാൻ പറ്റും. വേറെ ഏതെങ്കിലും ജീവികൾ വന്നിരുന്നെങ്കിൽ അത് നമ്മൾ ആഗ്രഹിച്ചു പോകും. പക്ഷേ ഈ കാട്ടിലൂടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നത് ആനകളെ തന്നെയാണ്. ഈ റൂട്ടിൽ നൈറ്റുള്ള KSRTC ബസ്സിലെ യാത്രക്കാർ മിക്കപ്പോഴും പുലിയെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ചു പേര് രാത്രി കാലത്ത് മൃഗങ്ങളെ കാണാൻ വേണ്ടി മാത്രം യാത്ര ചെയ്യുന്നവരുണ്ട്. അവരുടെ കയ്യിൽ ടോർച്ച് ഉണ്ടാവും. അവർ കാട്ടിലേക്ക് എപ്പോഴും ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. അവർക്കപ്പം മിക്കപ്പോഴും പുലിയെയും കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നീലഗിരി ലെങ്കൂർ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് മങ്കീസിനെ കണ്ടു. പക്ഷെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഡിസ്റ്റൻസിലല്ല അവരിയ്ക്കുന്നത്. ഒരു വലിയ മരത്തിൽ ഉള്ളിലെ ചില്ലകളിലായിട്ടാണ്. അവിടെ തന്നെ ഇരുന്ന് കുറേ നേരമായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം മലക്കപ്പാറ എത്താറായി. ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയ വാട്ടർഫാൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മലക്കപ്പാറ എത്തുന്നു എന്നതിനുള്ള ഒരു സൈനാണ്. ശരിക്കും നമ്മൾ വന്ന വഴിയൊക്കെ റോഡ് നല്ലതായിരുന്നു. മലക്കപ്പാറയിലേക്ക് അടുക്കുമ്പോഴേക്കും ഒരു 5 കിലോമീറ്റർ റോഡ് നന്നായിട്ട് പൊളിഞ്ഞു കിടക്കുകയാണ്. ശരിക്കും ഓഫ് റോഡെന്ന് തന്നെ പറയേണ്ടി വരും. നന്നായിട്ട് കുഴികളും വെള്ളക്കെട്ടുകളൊക്കെ ആയിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പൊ നമുക്കിനി കുറച്ച് ദൂരം കൂടെ പോയാൽ മലക്കപ്പാറ എത്താം. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മ്ലാവിനെ കണ്ട പുളിയിലപ്പാറ ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞു ടൗൺ വരുന്നത് മലക്കപ്പാറയിലാണ്. അവിടെ മാത്രമേ പിന്നെ കടകളൊക്കെ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് നമ്മൾ കരുതിയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ 2.5-3 മണിക്കൂർ വിശന്നിരിക്കേണ്ടി വരും. മലക്കപ്പാറ എത്തിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ശരിക്കും ചെറുതായിട്ട് ചാറ്റൽ മഴയും കോടമഞ്ഞും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ മലക്കപ്പാറ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടാണ് നമ്മൾ വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിയ ടിക്കറ്റ് കൊടുക്കേണ്ടത്. അവർ പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എപ്പോഴാണ് നമ്മൾ തിരിച്ചു വരുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇപ്രാവശ്യം ആരെയും തന്നെ കണ്ടില്ല. പുറത്ത് പോലീസുകാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാ വണ്ടികളും ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും നമ്മൾ ഇന്ന് തന്നെ മടങ്ങി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ ഇന്ന് നമ്മൾ തിരിച്ച് ഈ വഴി തന്നെ വരുന്നില്ല. നമ്മൾ ഇതുവഴി വാൾപ്പാറ വഴി പൊള്ളാച്ചി വഴി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മുന്നിലേക്ക് പോയാൽ നമുക്ക് ഷോളയാർ ഡാമിലെത്താം. ആക്ച്വലി ഷോളയാർ ഡാം 2 ഉണ്ട്. അപ്പർ ഷോളയാറും ലോവർ ഷോളയാറും. അപ്പർ ഷോളയാർ തമിഴ്നാട്ടിലും ലോവർ ഷോളയാർ കേരളത്തിലുമാണ്. ഇതാണ് അപ്പർ ഷോളയാർ ഡാം. ഇവിടുന്ന് ഷട്ടർ തുറന്ന് വെള്ളം വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം നേരെ പോകുന്നത് കേരളത്തിലുള്ള ലോവർ ഷോളയാർ ഡാമിന്റെ ആ റിസർവെയറിലേക്കാണ്. നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ആനകളെയൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസർവെയർ കണ്ടില്ലേ, ആ ഭാഗത്തേക്കാണ് ഈ വെള്ളം പോണത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ലോവർ ഷോളയാർ ഡാം തുറന്നു വിടുമ്പോഴാണ് ചാലക്കുടി റിവറും അല്ലെങ്കിൽ ആതിരപ്പള്ളി സൈഡിലേക്കൊക്കെ നന്നായിട്ട് വെള്ളം വരുന്നത്. ഈ ഡാം കുറച്ച് തുറന്നു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇറങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഉണ്ടാവും. വാൾപ്പാറയിലേക്ക് പോകുന്ന സഞ്ചാരികൾ മിക്കപ്പോഴും ഇവിടെ ഇറങ്ങി കളിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ വെള്ളമില്ലാത്ത സമയത്താണ് ഈ പാറയിലുള്ള അപകടം നമുക്ക് മനസ്സിലാവുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഴികളുണ്ട്. നമ്മുടെ കാല് സ്ലിപ്പായി പോയാൽ നമ്മൾ ആ കുഴിയിലേക്ക് വീഴാനും ചാൻസ് ഉണ്ട്. മാത്രമല്ല എത്രത്തോളം ആഴത്തിലുള്ള കുഴിയാണെന്നും അറിയില്ല. അപ്പൊ ശരിക്കും ഒരു അപകടം പിടിച്ച ഏരിയ കൂടിയാണിത്. ഷോളയാർ ഡാം കഴിഞ്ഞ് ഒരു 12 കിലോമീറ്റർ പോയാൽ നമുക്ക് വാൾപ്പാറ ടൗണിലെത്താം. പക്ഷെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിയുമ്പോഴേക്കും ക്ലൈമറ്റ് ആകെ മാറും. ഭയങ്കര ചില്ലിങ് ക്ലൈമറ്റ് ആണ്. ചെറിയ ചാറ്റൽ മഴയും നല്ല കോടമഞ്ഞും ഒക്കെ ആയിട്ട് ഈ ഒരു സമയത്ത് ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കലാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. ശരിക്കും നമ്മൾ ക്യാൻവാസിലൊക്കെ കാണുന്നത് പോലെ അങ്ങ് അകലെ മലകളും പിന്നെ കാടും തേയിലത്തോട്ടങ്ങളും എവിടെ നിന്നോ വരുന്ന ചെറിയ അരുവികളും ആ അരുവി വന്നു ചേരുന്നത് ഒരു വലിയ ലേക്കിലും. ശരിക്കും നമ്മൾ ഒരു ക്യാൻവാസിൽ കണ്ട ചിത്രവും തന്നെ പറയേണ്ടി വരും. ഒരു പോയിറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ്.
തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മലയാളികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വാൾപ്പാറ. നമ്മുടെ മൂന്നാറിനെ പോലെ തന്നെ പെട്ടെന്നൊന്ന് പോയിട്ട് ഹിൽ സ്റ്റേഷൻ എൻജോയ് ചെയ്ത് വരാന്നുള്ളവരാണ് കൂടുതലും വാൾപ്പാറയിലേക്ക് വരുന്നത്. അത് മാത്രമല്ല, മൂന്നാറിനെ പോലെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും അതുപോലെ നിരനിരയായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും നമുക്ക് വാൾപ്പാറയിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് മലക്കപ്പാറ ടു വാൾപ്പാറയിലേക്കുള്ള സ്ട്രെയിറ്റ് റോഡ് വഴിയാണ്. പക്ഷേ ഇതിന്റെ അകത്തേക്ക് ഒരുപാട് ചെറിയ ചെറിയ റോഡുകളും മനോഹരമായ സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പോൾ ബൈക്കിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചാൽ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കുറച്ചുകൂടി മുന്നിലേക്ക് വന്നപ്പോഴാണ് ഈ യാത്രയിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാവുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിലേക്ക് വന്നത്. ശരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിലുള്ള കാഴ്ചകൾ മാത്രമല്ല, നമുക്ക് ടേക്ക് അവേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടി മെമ്മറീസ് കൂടി ഉണ്ടാവണം. അങ്ങനെ കുറച്ച് മെമ്മറീസ് ഉണ്ടായ ഒരു സ്ഥലമാണിത്. ഓരോ യാത്രയിലും ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സ്പെഷ്യൽ മൊമെന്റ്സ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നമ്മളിങ്ങനെ വരുമ്പോൾ കുറെ ആളുകൾ തേയിലത്തോട്ടത്തിൽ നിന്ന് തേയില പറിച്ചിട്ട് മുകളിലേക്ക് കയറി വരികയാണ്. നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഞായറാഴ്ച. അപ്പൊ അവർക്ക് ഉച്ചവരെ പണിയുള്ളൂ. അപ്പൊ അവർ അന്ന് കുറച്ച് തേയില മുകളിലേക്ക് കൊണ്ടുവന്ന് തൂക്കിയിട്ട് അവരുടെ ആ കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിക്കുന്ന ഒരു സീനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ അതിൽ കുറെ പേര് എന്നോട് സംസാരിച്ചു. അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മളൊരു സിറ്റി ലൈഫിൽ താമസിച്ചിട്ട് നമ്മളൊരു കോർപ്പറേറ്റ് ലൈഫ് ആസ്വദിച്ചിട്ട് ഇങ്ങനെയുള്ള യാത്രകൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെമ്മറീസ് ഭയങ്കര വലുതാണ്. നമുക്ക് ഇവരോട് സംസാരിക്കുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ദിനചര്യയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ രാവിലെകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അവർക്ക് ദിവസവും കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 480 രൂപയാണ്. അത് എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തേയിലത്തോട്ടത്തിൽ തേയില പറിക്കണം. ഞായറാഴ്ച ആണെങ്കിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുള്ളൂ. അപ്പൊ ഈ സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇവർ പറിച്ച തേയില കൊണ്ടുവന്ന് തൂക്കിയിട്ട് ഇവരുടെ കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിക്കും. ഒരു ദിവസം ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 20 കിലോ തേയില പറിക്കണം. അത് ഇവർക്ക് ഈസി ആയിട്ട് പറിക്കാൻ പറ്റും എന്നുള്ളതാണ് അറിഞ്ഞത്. പിന്നെ ഈ 480 രൂപയിൽ നിന്ന് മുകളിലേക്ക് അവർക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 20 കിലോയിൽ നിന്നും മുകളിലേക്ക് അവർ തേയില പറിക്കണം. അങ്ങനെ 21ാമത്തെ കിലോ മുതൽ നമുക്കൊക്കെ ഓവർ ടൈം ഒക്കെ കിട്ടുന്നത് പോലെ അവർക്കും അഡീഷണൽ ആയിട്ട് പൈസ കിട്ടും. അങ്ങനെ ഒരു ദിവസം ഇവർക്ക് ഏകദേശം ഒരു 600 രൂപ വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ചേച്ചിമാരോട് സംസാരിച്ചു നിന്നിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു നിന്നിട്ടും ചുറ്റിലുള്ള കാഴ്ചകൾ നോക്കാൻ ഞാൻ മറന്നുപോയി. അവർ നടന്നു പൊയ്ക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കാഴ്ചകളിലേക്ക് ഞാൻ മടങ്ങി വന്നത്. അപ്പൊ നോക്കിയപ്പോഴാണ് നല്ല മനോഹരമായ ഒരു തേയിലത്തോട്ടത്തിൽ നിന്നാണ് അവർ പണി കഴിഞ്ഞ് വരുന്നത്. എല്ലാ ദിവസവും ഇവർക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടവും ഈ കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റുമല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നിലേക്ക് യാത്ര തുടർന്നു. ഇനി കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് വാൾപ്പാറയുടെ ഒരു തനത് ഗ്രാമീണ ഭംഗി തന്നെയാണ് കാണുന്നത്. ഭയങ്കര മനോഹരമായ വഴികളും ഒരുപാട് തേയിലത്തോട്ടങ്ങളും പിന്നെ കുറച്ച് സ്ഥലത്ത് കാപ്പിത്തോട്ടങ്ങളും ഒക്കെയാണ്. ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ പോലും തോന്നില്ല. നമ്മളിങ്ങനെ ക്യാമറ തുറന്നു പിടിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓഫ് ബീറ്റ് സ്ഥലം വരണ്ടേ, എങ്കിലല്ലേ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സ്ഥലം ഈ വാൾപ്പാറയിൽ എന്തായാലും ഇല്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു കാപ്പിത്തോട്ടത്തിന്റെ അടുത്താണ്. തേയിലത്തോട്ടം കഴിഞ്ഞാൽ പിന്നെ ഉള്ള കൃഷി എന്ന് പറയുന്നത് കാപ്പിത്തോട്ടങ്ങൾ തന്നെയാണ്. ഈ കാപ്പിത്തോട്ടങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കൂർഗിലെ കാപ്പിത്തോട്ടങ്ങളാണ്. കൂർഗിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാപ്പിത്തോട്ടങ്ങളുടെ ഏക്കർ കണക്കിന് നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്ന അത്രയ്ക്കുള്ള ഒരു കാപ്പിത്തോട്ടങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കുറച്ച് ഏരിയ മാത്രമേ ഈ കാപ്പിത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കൂടുതലും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. പിന്നെയും മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ച തന്നെയാണ്. ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് തേയിലത്തോട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് ഏരിയ ഉണ്ട് ഈ വാൾപ്പാറയിൽ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ എത്തുമ്പോൾ ആൾക്കാർ അവിടെ ഇറങ്ങും. വണ്ടി കുറച്ചു നേരം നിർത്തിയിട്ടിട്ട് അവിടേക്ക് ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുക്കും. കുറച്ചു നേരം മഞ്ഞും മഴയും ഒക്കെ ആസ്വദിക്കും. പിന്നെ യാത്ര തുടരും. ഇത് തന്നെയാണ് ഈ വാൾപ്പാറ യാത്രയുടെ ഒരു മോഡെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വാൾപ്പാറ ടൗൺ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുള്ളൊരു ടൗൺ തന്നെയാണ്. കുറച്ച് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്ന ആളുകളുടെ തിരക്കാണെങ്കിലും ലോക്കൽ ബസ്സുകളും ഓട്ടോകളും എല്ലാം കൊണ്ടും ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ മലക്കപ്പാറ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കുള്ള ഏരിയ എന്ന് പറയുന്നത് വാൾപ്പാറയാണ്. അത്യാവശ്യം ഒരു വലിയ ടൗൺ എന്ന് തന്നെ പറയാം. ടൗൺ
പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള കാഴ്ച എന്ന് പറയുന്നത് കാടും തേയിലത്തോട്ടങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷെ ക്ലൈമറ്റ് വീണ്ടും ചേഞ്ച് ആവും. ശരിക്കും കോടമഞ്ഞാവും. കോടമഞ്ഞിന്റെ മാലപ്പടക്കം എന്ന് തന്നെ പറയാം. നമുക്ക് റോഡിൽ വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. ശരിക്കും ഈ വഴിക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് എപ്പോഴും കോടമഞ്ഞായിരിക്കും. അത് നമ്മൾ ഏത് സമയത്ത് വന്നാലും. എനിക്കറിയില്ല ഇനി നല്ല മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു 3-4 വട്ടം വാൽപ്പാറയിൽ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കോടമഞ്ഞ് തന്നെയാണ്. നമ്മളിവിടെ ഇറങ്ങിപ്പോയി. ശരിക്കും ഈ മഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൂടെ പോകുന്ന എല്ലാവരും തന്നെ വണ്ടി നിർത്തും. കോടമഞ്ഞിന് ഒരു കുറവുമില്ല കേട്ടോ. നമ്മൾ കുറച്ചു നേരം അവിടെ ഇറങ്ങി നിന്ന് കോടമഞ്ഞിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെയും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. പക്ഷെ കോടമഞ്ഞ് ഇപ്പോഴും ഉണ്ട്. ശരിക്കും കുറേ ദൂരത്തോളം തന്നെ കോടമഞ്ഞ് തന്നെയാണ്. സാധാരണ വാൽപ്പാറ വരുന്നവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആതിരപ്പള്ളി, വാഴച്ചാല്, മലക്കപ്പാറ, വാൽപ്പാറ വരെ വന്നിട്ട് ചിലപ്പോൾ വാട്ടർഫോൾ എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ പോയിട്ട് തിരിച്ച് ഈ വഴി തന്നെ തിരിച്ചു പോകാറാണ് പതിവ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു റൗണ്ട് ട്രിപ്പാണ്. നമ്മൾ ഈ വന്ന വഴിക്ക് വാൽപ്പാറ വന്നിട്ട് ഇനി ഒരു 40 ഹെയർ പിൻ ഇറങ്ങി നമ്മൾ പൊള്ളാച്ചി വരെ ചെന്ന് അവിടെ ചെന്ന് വേണമെങ്കിൽ നമുക്ക് കൊല്ലങ്കോട് വഴി നമുക്ക് എറണാകുളത്തിന് പോവാം. അല്ലെന്നുണ്ടെങ്കിൽ പാലക്കാട് വഴി പോവാം. നമ്മൾ പാലക്കാട് വഴിയുള്ള റൂട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹെയർ പിൻ ബെൻഡുകളാണ്. ഈ ഹെയർ പിന്നുകളിലാണ് നമ്മൾ ഈ കോടമഞ്ഞ് കാണുന്നത്. നമ്മൾ വാൽപ്പാറ വരെ വന്ന് ആ വഴിക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കോടമഞ്ഞ് ആസ്വദിക്കാൻ പറ്റത്തില്ല. പൊള്ളാച്ചി റൂട്ട് തന്നെ പോയാൽ മാത്രമേ നമുക്ക് ഈ കോടമഞ്ഞ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുമ്പോഴുള്ള 10ാമത്തെ ഹെയർ പിൻ ബെൻഡിലാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ ഈ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ചെറിയ വീടുകളും നല്ലൊരു വ്യൂ ഉള്ള ഒരു തേയിലത്തോട്ടമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇപ്പൊ നമ്മൾ പോകുന്നത് വാൽപ്പാറയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിലേക്കാണ്. ഈ സ്ഥലത്തിന്റെ പേര് വാട്ടർഫോൾ എന്നാണ്. ആക്ച്വലി ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. പക്ഷെ ഈ തേയിലത്തോട്ടത്തിലൂടെ നടന്നങ്ങ് താഴെ പോകണം. പക്ഷെ സഞ്ചാരികളൊന്നും അങ്ങനെ വാട്ടർഫോൾ കാണാൻ വേണ്ടി അധികം പോകാറില്ല. എല്ലാവരും ഈ ഒരു റോഡിന്റെയും ഈ ഒരു തേയിലത്തോട്ടത്തിന്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ചു പോകാറാണ് പതിവ്. ഈ സ്ഥലം കാണാൻ നല്ല പ്രത്യേക ഭംഗിയാണ്. ഈ റോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ തേയിലത്തോട്ടങ്ങളും തേയിലത്തോട്ടത്തിന് അരികിട്ട് നിൽക്കുന്ന ഈ ചെടികളൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഈ ഒരു ഇളം പച്ച നിറത്തിലുള്ള ചെടികൾ ഇങ്ങനെ ബോർഡർ ആയിട്ട് റോഡിന് ഇരുവശവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. റോഡ് കിടക്കുന്ന ഒരു പൊസിഷനും അതുപോലെ തന്നെയാണ്. നമുക്ക് ഏത് കോണിൽ നിന്നാലും നല്ല ഡിഫറെന്റ് ആംഗിളിൽ നമുക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയ ടീ ഷോപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ റീൽസിലൊക്കെ നോക്കിയാൽ ശരിക്കും വാൽപ്പാറയുടെ ഒരു മെയിൻ ഐക്കനായിട്ട് കാണിക്കുന്ന ഈ സ്ഥലം തന്നെയാണ്. ഇവിടെ വന്നാൽ കുറേ നേരം നമുക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം. മിക്കപ്പോഴും കോടമഞ്ഞ് ഉണ്ടാവും. നമുക്ക് ഈ തേയിലക്കാട്ടിലൂടെ കുറച്ചു നേരം നടക്കാം. കുറച്ചു നേരം നല്ല റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് നേരെ പൊള്ളാച്ചിയിൽ എത്തണം. ഇപ്പൊ സമയം 4 മണിയായിട്ടുണ്ട്. ഇനിയും നമ്മൾ പകുതിയോളം ഹെയർ പിൻ ബെൻഡുകൾ ഇറങ്ങാനുണ്ട്. ശരിക്കും നല്ല കോടമഞ്ഞുണ്ട്. ആ ഒരു വാൾപ്പാറ ടൗണിൽ നിന്ന് നമ്മൾ ഈ ആളിയാർ ഡാമിന്റെ ഒരു വ്യൂ പോയിന്റ് എത്തുന്ന സ്ഥലമുണ്ട്. അവിടെ വരെ ശരിക്കും നമുക്ക് നന്നായിട്ട് കോടമഞ്ഞ് കിട്ടും. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയും ഭയങ്കര കുറവാണ്. ചില സമയം നമുക്ക് വണ്ടി നിർത്തി സൈഡിൽ ഒതുക്കി ഇടേണ്ടി വരെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പാർക്കിംഗ് ലൈറ്റുകൾ എപ്പോഴും ഇട്ടിട്ടുണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അത്രയധികം വിസിബിലിറ്റി കുറഞ്ഞ കോടമഞ്ഞ് നമുക്ക് ഈ ഒരു വഴിയിൽ ആസ്വദിക്കാൻ പറ്റും.
പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിക്ക് ഇനിയും കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. ആളിയാർ ഡാം നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആളിയാർ ഡാമിന്റെ കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെയുള്ളത് ആളിയാർ ഡാമിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആ പാർക്കിൽ കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൊച്ചു കൊച്ചു കടകളുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്കിനി സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ പാർട്ടൊക്കെ സ്കിപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആളിയാർ ഡാമിന്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു ഹെയർ പിൻ ബെൻഡിൽ നിന്നാൽ ആ വ്യൂ നമുക്ക് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ ആ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ 28 ഹെയർ പിന്നുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് വരുമ്പോൾ ഉള്ള 12ാമത്തെ ഹെയർ പിന്നിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ആളിയാർ ഡാമിന്റെ വ്യൂ കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങ് അകലെയായിട്ട് ആളിയാർ ഡാമിന്റെ റിസർവെയറും കാര്യങ്ങളും ഒക്കെ കാണാം. ഇന്ന് നല്ല മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ പറ്റത്തില്ല. പക്ഷെ നല്ല വെയിലുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഇങ്ങനെ അങ്ങ് അകലെയായിട്ട് അസ്തമിക്കുന്നതും അങ്ങ് അകലെയുള്ള കുറച്ച് ഗ്രാമങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ 12ാമത്തെ ഹെയർ പിൻ ബെൻഡിൽ നിന്നുകൊണ്ടാണ് ഈ ആളിയാർ ഡാമിന്റെ വ്യൂ കണ്ടത്. കുറെ നാളുകൾക്ക് മുമ്പാണെങ്കിൽ ഈ 9ാമത്തെ ഹെയർ പിൻ ബെൻഡിലാണ് ആൾക്കാർ ഇറങ്ങിയിട്ട് ഈ വ്യൂ ഒക്കെ കാണുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ വണ്ടി നിർത്താനോ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാനോ ഒന്നും സമ്മതിക്കുന്നില്ല. കാരണം റോഡ് ഭയങ്കര ഇടുങ്ങിയതായതുകൊണ്ട് ചിലപ്പം അപകടം വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവിടെ 2 പോലീസുകാരൊക്കെ ഇരിപ്പുണ്ട്. വേറെ ആരും തന്നെ വണ്ടികൾ അവിടെ നിർത്തുന്നില്ല. 9ാമത്തെ ഹെയർ പിൻ ബെൻഡിലായിരുന്നു എങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ വ്യൂ കാണാമായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ റൗണ്ട് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. കാടും മലയും ഒരുപാട് മൃഗങ്ങളും പിന്നെ വെള്ളച്ചാട്ടങ്ങളും കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് നല്ലൊരു യാത്രയായിരുന്നു അത്. കുറേ നാൾ നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ഉണ്ടായി. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പൊള്ളാച്ചി വഴി പിന്നെ പാലക്കാട് കയറി എറണാകുളത്തേക്കാണ് പോകുന്നത്. പക്ഷെ സമയം ഇപ്പോൾ ഒത്തിരി വൈകി. ഇനിയുള്ള കാഴ്ചകളൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് ഇരുട്ടി തുടങ്ങി. ഇനി ഒരു 14 കിലോമീറ്ററും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പൊള്ളാച്ചി എത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഈ വഴി യാത്ര വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.